മകളെ, നിങ്ങൾക്കൊരു മുട്ടൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്നല്ലേ? ക്രിസ്മസ് എക്സാം ഇത്തവണ നേരത്തെ വരാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ എലക്ഷൻ നടക്കുന്നതുകൊണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ പോളിംഗ് ബൂത്തുകളായിരിക്കും. അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷ എലക്ഷന് മുമ്പും ശേഷവുമായിട്ട് ക്രമീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതെങ്ങനെ പണിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലരും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ എക്സാം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ടൈം ടേബിൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് സെക്കൻഡ് ടേമിലാണ്. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷനാണ് കുറേ കൂടെ കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ളത്. അതായത് മാത്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കെമിസ്ട്രി ആണെങ്കിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരാവർത്തി പഠിച്ചാൽ പോരാ. കാരണം അങ്ങനെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി തുടങ്ങും, പക്ഷേ സ്റ്റെക്കായി പോകും. പലപ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും, സാർ വീട്ടിൽ നിന്ന് എഴുതിയപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ എക്സാം ഹാളിൽ എത്തിയ സമയത്ത് സ്റ്റെക്കായി പോവുകയാണ്, എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ പരാതി പറയാറുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എക്സാം ഹാളിൽ നിങ്ങൾ പഠിച്ച കാര്യം എഴുതാൻ പറ്റണമെങ്കിൽ അത് പല തവണ റിവൈസ് ചെയ്ത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് പരീക്ഷ എഴുതേണ്ടത്. അതിന് നിങ്ങൾക്ക് ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക എന്നുള്ളൊരു ശീലം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ പലരും ചെയ്യുന്നത് നാളെ തുടങ്ങാം അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ടൈം ടേബിൾ വന്നിട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്ന് തുടങ്ങേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇഷ്യൂസിനെ എല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ ചില കാര്യങ്ങൾ ചുമ്മാ വായിച്ച് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി തന്നെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതുണ്ട്. അതെങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് സൈലം നിങ്ങൾക്ക് നമ്മുടെ നിഞ്ച ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ലൈഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ 30% ഓഫ് കൂടെ നൽകുന്നുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് എക്സാമിനുള്ള മുഴുവൻ പോർഷൻസും റിവൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ആപ്പിനകത്തുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓരോ ദിവസവും കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂൾ പഠിക്കാൻ വേണ്ടി തന്നെ മാറ്റി വെക്കുക. ആ സമയം പഠിക്കുന്നതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അത് കുറേ കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് സിസ്റ്റമാണ് സൈലം നിങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നത്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുകളെല്ലാം അടിപൊളിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ നല്ല മാർക്ക് നേടാൻ പറ്റും. ഓണം എക്സാം നമുക്കറിയാം, നമ്മൾ വിചാരിച്ചൊരു പാറ്റേണിലല്ല ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഒരു 11 ചോദ്യം തന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള 7 ചോദ്യങ്ങൾ എടുത്ത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 26 എണ്ണത്തിന് നമ്മൾ ആൻസർ ചെയ്തേണ്ടതുണ്ട്. ചിലപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു 2 ഓപ്ഷൻ തരും, എ അല്ലെങ്കിൽ ബി. പക്ഷേ പണ്ടത്തെ പോലെ 11 ചോദ്യത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ എടുത്ത് എഴുതുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ ഇല്ല. ആ ഒരു ഫെസിലിറ്റി നമുക്കിപ്പോൾ എക്സാംസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ മുക്കും മൂലയും പഠിച്ചിട്ട് തന്നെ പോകണം. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി A+ലേക്കൊക്കെ എത്താൻ സാധിക്കുക. സോ A+ ആഗ്രഹിക്കുന്ന മുഴുവൻ മക്കളോടും എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് തന്നെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. 30% ഓഫാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. സോ പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ബാച്ചിൽ കാണാം.